കുട്ടികളെ നമസ്കാരം. നമുക്ക് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കിടക്കാം അല്ലേ. ഇന്ന് ടുഡേയ്സ് ക്ലാസ് അറ്റ് 8:30 ഒരു ഫിസിക്സ് ക്ലാസ് ഉണ്ടായിരുന്നു. ഫിസിക്സ് ക്ലാസ് അബൌട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണത്തെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. അതിൽ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. ട്രാൻസ്ഫോർമറിനെ കുറിച്ച് വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കുകയാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കിടക്കാം. ഞാൻ വീണ്ടും നമ്മുടെ സപ്പോർട്ടിംഗ് ക്ലാസ് ആണത് കേട്ടോ. ഈ സപ്പോർട്ടിംഗ് ക്ലാസ് നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമർ തന്നെ എടുക്കാം. ആ ട്രാൻസ്ഫോർമറിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ എന്നുള്ള കാര്യം നമുക്കറിയാം. ഏതാണ്? പ്രൈമറി കോയിലിൽ നമുക്കറിയാം തിക്നെസ് വണ്ണം കൂടുതലാണ്, തിക്നെസ് ഹൈ ആൻഡ് നമ്പർ ഓഫ് ടേൺസ് നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. കമ്പിച്ചുറ്റുകളുടെ എണ്ണം കുറവാണ് പ്രൈമറി കോയിൽ. ബട്ട് സെക്കൻഡറി കോയിലിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റുകളുടെ എണ്ണം കൂടുതൽ, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ്ഡ് ആൻഡ് തിക്നെസ് ലോ ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിൽ കാണേണ്ടത്, എപ്പോഴാണ് വോൾട്ടേജ് കൂടുന്നത്, വോൾട്ടത കൂടുന്നത് എപ്പോഴാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിലാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുന്ന സന്ദർഭം എന്താണ്? നിങ്ങൾ നോക്ക്, സെക്കൻഡറി കോയിലിലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവുക. നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്, ലഭിക്കുന്ന വോൾട്ടേജ് ഔട്ട്പുട്ട് എന്നാണ് പറയുക. കൊടുക്കുന്ന വോൾട്ടേജിനെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ സെക്കൻഡറി കോയിലിൽ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് ഇൻ ദി സെക്കൻഡറി കോയിൽ ആൻഡ് തിക്നെസ് ഡിക്രീസസ്. തിക്നെസ് കുറയുകയും നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്താൽ അവിടെ വോൾട്ടത കൂടുക. അത് മനസ്സിലാക്കി വെച്ചോ. ഇനി നമ്മുടെ ഇൻപുട്ട് കോയിലിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, വണ്ണം കൂടുതലും അല്ലേ, നമ്പർ ഓഫ് ടേൺസ് കുറവുമാണ്, കമ്പിച്ചുറ്റുകളുടെ എണ്ണം കുറവുമാണ് ആണല്ലോ. അപ്പോൾ അവിടെ വണ്ണം കൂടുകയും കമ്പിച്ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്താൽ അവിടെ വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുക. പക്ഷെ വോൾട്ടത കുറയുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ണം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. വണ്ണം കൂടുമ്പോൾ വെൻ തിക്നെസ് ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്, പ്രതിരോധം കുറയുമ്പോൾ ദ കറണ്ട്, മനസ്സിലായ, ഇൻ ദി പ്രൈമറി കോയിൽ വിൽ ബി വെരി ഹൈ. പ്രതിരോധം കുറഞ്ഞാൽ കറണ്ടിന് സുഗമമായിട്ട് കടന്നു പോകാൻ സാധിക്കും. വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയും. വെൻ തിക്നെസ് ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. സോ കറണ്ട് ഇൻ ദി കോയിൽ വിൽ ബി വെരി ഹൈ. അപ്പോൾ കറണ്ടിന് കടന്നു പോകാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പ്രൈമറി കോയിലിൽ വോൾട്ടേജ് കുറയാണെങ്കിലും കറണ്ടിൻ്റെ അളവ് കൂടുതലാണ്, കൂടും. ഓക്കെ. സെക്കൻഡറി കോയിലിൽ വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ് ബട്ട് കറണ്ട് ഡിക്രീസസ്. മനസ്സിലായി? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തിക്നെസ് കുറവാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദർ വിൽ ബി എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി സെക്കൻഡറി വോൾട്ടേജസ് ആൻഡ് പ്രൈമറി സെക്കൻഡറി കറൻറ്റും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പഠിക്കാം. നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു. VS/VP = NS/NP. ഇനി നമുക്ക് പഠിക്കേണ്ടത് there will be a relationship between current and voltage. നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, പഠിക്കല്ലേ? നമുക്ക് അതിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂ. VS നമുക്കറിയാം. പവറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പവർ എന്താണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാം. നമുക്ക് ആ പവറിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. പവർ നമ്മൾ അറിയാലോ. പവർ നമ്മൾ ഓർമ്മയുണ്ടോ നിങ്ങൾ ചെയ്തത്? ഇവിടെ ശ്രദ്ധിക്കൂ. VP, that is the primary voltage. VP is the primary voltage. നമുക്ക് അതിലേക്ക് കിടക്കാം. VS is the secondary voltage. VP is the primary voltage. നമുക്ക് IP പ്രൈമറി കറണ്ടായിട്ട് എടുക്കുക, IS സെക്കൻഡറി കറണ്ടായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജും അതുപോലെ തന്നെ കറണ്ടൊക്കെ ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും
ഒരു കാര്യം കോൺസ്റ്റൻ്റ് ആണ്. ഏതാ കോൺസ്റ്റൻ്റ് എന്ന് അറിയാം നിങ്ങൾക്ക്? പ്രൈമറി സെക്ഷനിലെ പ്രൈമറി കോയിലിലെ പവറും സെക്കൻഡറി കോയിലിലെ പവറും കോൺസ്റ്റൻ്റാക്കി നിർത്തിയിട്ടാണ് ട്രാൻസ്ഫോർമർ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പവർ കാണുന്നതിനുള്ള വാക്യം നമുക്കറിയാം P = VI ആണ്. P = VI ആണ്. അപ്പോൾ ഇവിടെ പ്രൈമറിയിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VP, പ്രൈമറിയിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ IP. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം VP × IP, VP × IP = സെക്കൻഡറിയിലെ പവറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ, VS × IS എന്ന് എഴുതാം അല്ലേ. ഇനി അതിൽ കൂടെ നമുക്കത് VS ഇങ്ങനെ എഴുതാം VP = അല്ലേ IP ആണ് വരാണ്ട IP/IS. ദിസ് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി വോൾട്ടേജ് ആൻഡ് സെക്കൻഡറി വോൾട്ടേജ്, പ്രൈമറി കറണ്ട് ആൻഡ് സെക്കൻഡറി കറണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് VS × IS = VP × IP. കറക്റ്റ് അല്ലേ? ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി നോക്കൂ. ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ദ വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി കോയിൽ ഈസ് മോർ ആൻഡ് കറണ്ട് ഈസ് ലെസ്. കണ്ടോ, കറണ്ട് ലെസ് ആയിരിക്കും. എവിടെ? സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് ലെസ് ആയിരിക്കും. ബട്ട് ഇൻ ദി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ദ സെക്കൻഡറി വോൾട്ടേജ് ഈസ് ലെസ്. സ്റ്റെപ്പ് ഡൗണിൽ സെക്കൻഡറി വോൾട്ടേജ് ലെസ് അല്ലേ, വോൾട്ടേജ് കുറവല്ലേ വരിക. അപ്പോൾ എന്താവും? കറണ്ട് ഈസ് മോർ. കണ്ടോ, നമുക്കറിയാം VP × IP = VS × IS. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് കൂടുതലും കറണ്ട് കുറവുമായിരിക്കും. മറക്കണ്ട, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ സെക്കൻഡറി വോൾട്ടേജ് കുറവും കറണ്ട് കൂടുതലുമായിരിക്കും. നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ റിലേഷൻഷിപ്പാണ് ഞാനിവിടെ പറഞ്ഞത്. VS × VP = എന്താണ്? VS/VP = IP × IS. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്ത സെക്ഷൻ നമുക്ക് കാറ്റഗറൈസ് ദി ഫോളോയിങ് റിലേഷൻസ് അപ്രോപ്രിയേറ്റ്ലി ആസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഓർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും ഇത് നോക്കിയിട്ട് നിങ്ങൾ ഏതാണെന്ന് കണ്ടെത്തണം. ഓരോ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. VS അല്ലേ ഈസ് ഗ്രേറ്റർ ദാൻ VP. സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനേക്കാൾ കൂടുതലാണ്. കണ്ടോ, അത് നമുക്കറിയാം. നേരെ നമുക്ക് എഴുതിക്കുമല്ലോ, സ്റ്റെപ്പ് അപ്പ് ആണ്. ഉറപ്പല്ലേ? സ്റ്റെപ്പ് അപ്പ് ശരിയല്ലേ? ഇനി VS ലെസ് ദാൻ VP നമുക്കറിയാലോ. പ്രൈമറിയിലെ വോൾട്ടേജ് ലെസ് ദാൻ സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനേക്കാൾ കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം അതെന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറാണ്. ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറാണ്. ഇനി IS അല്ലേ, IS ലെസ് ദാൻ IP അല്ലേ. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കുറഞ്ഞാൽ അല്ലേ, സെക്കൻഡറി വോൾട്ടേജ് കുറഞ്ഞാൽ സെക്കൻഡറി കറണ്ട് കൂടും. സെക്കൻഡറി വോൾട്ടേജ് കൂടിയാലോ, സെക്കൻഡറി വോൾട്ടേജ് കുറഞ്ഞാൽ സെക്കൻഡറിയിലെ കറണ്ട് കുറയും. അപ്പോൾ ഇവിടെ സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറി കറണ്ടിനേക്കാൾ കുറവാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈമറി കറണ്ടിനേക്കാൾ കുറവാണ്. അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണ് അല്ലേ. സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയിലേക്കാൾ കുറവാണെന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണ്. അപ്പോൾ ഇത് ഏതായിരിക്കും? സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും. ഉറപ്പല്ലേ? സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ നേരെ തിരിച്ചാണെങ്കിലോ എന്താ? IS സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറി കറണ്ടിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്തായിരിക്കും അല്ലേ. നമുക്കറിയാം സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറി കറണ്ടിനേക്കാൾ കൂടുക. അപ്പോൾ സെക്കൻഡറിയിലെ കറണ്ട് കൂടുകയാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറവായിരിക്കും. നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുക. മനസ്സിലായോ? സെക്കൻഡറിയിലെ കറണ്ട് കുറവാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? സ്റ്റെപ്പ് അപ്പായിരിക്കും അല്ലേ. സ്റ്റെപ്പ് അപ്പാണോ? പറയൂ, സ്റ്റെപ്പ് അപ്പാണോ? IS ഗ്രേറ്റർ ദാൻ IP അല്ലേ. IS ഗ്രേറ്റർ ദാൻ IP എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്കറിയാം സെക്കൻഡറിയിലെ കറണ്ട് എന്താണ്? സെക്കൻഡറിയിലെ കറണ്ട് കുറവാണ്.
വോൾട്ടത കൂടുതലാണ്, അപ്പോൾ സ്റ്റെപ്പ് അപ്പ്. ഇനി സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലാണ്, സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലാണ് ഏതിനെ അപേക്ഷിച്ച്? പ്രൈമറിയിലെ കറണ്ടിനെ അപേക്ഷിച്ച്. അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക എന്താണത്? സ്റ്റെപ്പ് ഡൗൺ ആണ്, സ്റ്റെപ്പ് ഡൗൺ ആണ്. ഉറപ്പല്ലേ? മനസ്സിലായല്ലോ? സെക്കൻഡറിയിലെ കറണ്ട് എന്താണ്? സെക്കൻഡറിയിലെ കറണ്ട് കൂടുകയും, അതായത് സെക്കൻഡറിയിലെ കറണ്ട് കൂടുകയല്ലേ ചെയ്യുന്നത്? IS ഈസ് ഗ്രേറ്റർ ദാൻ IP. സെക്കൻഡറിയിലെ കറണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. സെക്കൻഡറിയിലെ കറണ്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറയും. അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറഞ്ഞാൽ അതെന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തിലേക്ക് കിടക്കാം നമുക്ക്. NS/NP, NS/NP, നമ്പർ ഓഫ് ടേൺസ് അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി അല്ലേ? നമ്പർ ഓഫ് ദി ടേൺസ് ഇൻ ദി സെക്കൻഡറിയിൽ കൂടുകയാണെങ്കിൽ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി അവിടെ കൂടുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ആയിരിക്കും. സെക്കൻഡറി വോൾട്ടേജ് കൂടുകയല്ലേ ചെയ്യുന്നത്? സെക്കൻഡറി വോൾട്ടേജ് കൂടുമ്പോൾ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറാണ്. അപ്പോൾ അത് എന്താണ്? അംശം ന്യൂമറേറ്റർ കൂടുതലും ഡിനോമിനേറ്റർ കുറവാണെങ്കിൽ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും, ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും അല്ലേ? ഒന്നിനേക്കാൾ കൂടുതൽ ഇവിടെ ഏതാ വരുന്നത്? ഇതല്ലേ അല്ലേ? ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ വരിക. അപ്പോൾ എന്താണ്? ഇതായിരിക്കും എന്ത്? സ്റ്റെപ്പ് അപ്പ്. ഇതായിരിക്കും സ്റ്റെപ്പ് അപ്പ്. അപ്പോൾ മറ്റെന്തായിരിക്കും? NS/NP ലെസ് ദാൻ 1. ലെസ് ദാൻ വെച്ചാൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ് വരിക. വേണ്ട, നമ്പർ ഓഫ് ടേൺസ് കുറവും പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസും കൂടുകയും ചെയ്താലേ അല്ലേ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറയുകയും പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുകയും ചെയ്താൽ സ്വാഭാവികമായും NS/NP ലെസ് ദാൻ 1 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ അതെന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആയിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്പ് ഡൗൺ, ഏതൊക്കെ സ്റ്റെപ്പ് അപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറയുന്നതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമുക്ക് അടുത്തേക്ക് കടക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കിലേക്ക് നമുക്ക് കടക്കാം. പവർ നഷ്ടമില്ലാതെ അല്ലേ? പവർ നഷ്ടമില്ലാതെ പ്രൈമറിയിൽ 500 ചുറ്റുകളും സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണ് ഉള്ളത്. പ്രൈമറിയിലെ വോൾട്ടത 120 വോൾട്ടും നമ്മുടെ സെക്കൻഡറിയിലെ വോൾട്ടത എന്താണ്? സെക്കൻഡറിയിലെ വോൾട്ടത 120 വോൾട്ടും പ്രൈമറിയിലെ വോൾട്ടത 120 വോൾട്ടും വൈദ്യുത പ്രവാഹത്തിയോടത് അഥവാ കറണ്ട് 0.1 ആംപിയറുമാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടതയും കറണ്ടും കണ്ടുപിടിക്കുക. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കത് നോക്കാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ പവർ നഷ്ടമില്ലാതെ ഒരു ട്രാൻസ്ഫോർമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ NP = എത്രയായിരിക്കും? 5000. ശരിയല്ലേ? 5000. ഇനി സെക്കൻഡറിയിൽ NS. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കറിയാം ചുറ്റുകളുടെ എണ്ണം കുറവ് സെക്കൻഡറിയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സ്റ്റെപ്പ് ഡൗൺ ആണ് അല്ലേ? പ്രൈമറിയിലെ വോൾട്ടത VP = 120 വോൾട്ട്. ശരിയല്ലേ? അതുപോലെ തന്നെ IP കറണ്ട് ഇൻ ദി പ്രൈമറി ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ആംപിയർ. ഇതൊക്കെ നിങ്ങളുടെ ഇതിൽ എഴുതിയെടുത്തോളൂ. ഓക്കെ, ഇനി നമുക്ക് ആ കണക്കങ്ങോട്ട് ചെയ്യാം. എന്താണ്? ഇൻ എ ട്രാൻസ്ഫോർമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ ദർ ആർ 5000 turns in the primary and 250 turns in the secondary. The primary voltage is 120 volt and the primary current is 0.1 ampere. Find the voltage and current in the secondary. നമ്മൾ വോൾട്ടേജും കറണ്ടും സെക്കൻഡറിയിലെ വോൾട്ടേജും കറണ്ടും നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്കറിയാം നിങ്ങൾ ആലോചിച്ചോളൂ. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം എന്താണ്? 5000. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം 250 അല്ലേ? നമുക്കതൊന്ന് എഴുതിയെടുക്കാം. നമുക്കിതൊക്കെ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുക അല്ലേ? VS സെക്കൻഡറി നിങ്ങൾ എഴുതിയെടുത്തോളൂ. നമുക്കതിലേക്ക് കിടക്കാം. ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്.
പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം VP = 5000. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം 250 അല്ലേ. ഇനി പ്രൈമറിയിലെ എന്താണ് വോൾട്ടേജ് VP 120 അല്ലേ. സെക്കൻഡറിയിലെ വോൾട്ടേജ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പ്രൈമറിയിലെ കറണ്ട് തന്നിട്ടുണ്ട് 0.1 ആംപിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇതിൽ ഉപയോഗിക്കാം. ഏതൊക്കെയാണെന്നറിയോ? VS/VP = NS/NP. VS/VP = NS/NP. മറ്റൊരു ഇക്വേഷൻ VS/VP = IP/IS. മറക്കണ്ട, കറണ്ടുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ എടുക്കാം. നമുക്ക് VS നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര? NP, ഇത് NP, ഇത് NS. ഇങ്ങനെയാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി 5000, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി 250 അല്ലേ. VS അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി ദാറ്റ് ഈസ് ഈക്വൽ ടു 5000, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി 250, VP = 120, VS = സെക്കൻഡറി വോൾട്ടേജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരി, അപ്പോൾ ഈ ഇക്വേഷനാണ് VS/VP = NS/NP. ഇപ്പോൾ VS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. VS / VP നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 120 = എത്ര വരിക? NS അല്ലേ. NS എത്രയാണ്? 250 / VP എത്രയാണ്? 5000. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. VS × 5000 = 120 × 250 അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇനി ഞങ്ങൾ VS കണ്ടുപിടിക്കുക. VS = 120 × 250 / 5000. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിയാം. ക്യാൻസൽ ചെയ്തു. ഈ 0 നമ്മൾ ഇവിടെയും ക്യാൻസൽ ചെയ്തു. കണ്ടോ. ബാക്കി നമുക്ക് 25 50 2 പ്രാവശ്യം അല്ലേ. 2 പ്രാവശ്യം. അപ്പോൾ 12/2 എത്ര വരിക? 6 വോൾട്ട്. 6 വോൾട്ടാണ് നമുക്ക് കിട്ടുക അല്ലേ. ശരിയാണല്ലോ. 6 വോൾട്ട്. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാണ് കിട്ടിയത്? നമുക്കറിയാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി 5000, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി 250, VP = 120. VS ആണ് കണ്ടുപിടിക്കേണ്ടത്. IP നമുക്ക് ഇനി നമുക്കടുത്ത് പ്രൈമറിയിലെ കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിച്ചാൽ നമ്മൾ VS/VP = NS/NP. എല്ലാവർക്കും മനസ്സിലായല്ലോ. NS/NP. ഓക്കെ, ഞാൻ എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു.